തന്നെ ഇത് മുമ്പ് 2007 ഇസ്ലാമിക മാസികയിൽ ഈ ലേഖനം എഴുതിയത്. ഇവിടെ ആ പത്രത്തിൽ വന്ന കുറിപ്പുകൾക്ക് മറുപടിയായിട്ട് 2007 ഏപ്രിൽ മാസത്തിലാണ് എഴുതി. എന്നാൽ 2005 ഇറക്കിയ പുസ്തകത്തിൽ തന്നെ അതിലൊന്നും കണ്ടില്ല, അതൊന്നും സ്ഥിരപ്പെട്ടതല്ല. പക്ഷെ പലരും ഈ ഹദീസ് മനസ്സിൽ വെച്ചുകൊണ്ട് അധ്വരിക്കുക. ചിലർ പറയും ആ ഹദീസ് വൈബാണ്, ചിലർ പറയും മൗലവി എന്തിനാ നമ്മൾ ഇത്ര ദുർബലായ ഹദീസിൽ ഇത്ര വാശി പിടിക്കുന്നത്? ഏത് ഹദീസ്? ആഴ്ഭാഗമുള്ള ആളിനെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഹദീസുകൾ എനിക്കങ്ങനെ ഒരു ഹദീസ് അറിയില്ലല്ലോ. അപ്പൊ പിന്നെ നിങ്ങൾ എന്താ എഴുതി? ഞാൻ അങ്ങനെ ഒരു ഹദീസ് എഴുതിയില്ല. അപ്പൊ ഇങ്ങനെ ഈ ഹദീസ് ഇത് തെറ്റാകുന്നു എന്ന് ഇങ്ങനെ ഹദീസ് അനുസരിച്ച് വാദിക്കുന്നുണ്ടെന്ന് ഇങ്ങനെ ഒരു കളവ് ഒരാളെ കുറിച്ച് വേണ്ടാതെ പ്രചരിപ്പിക്കുക. ഇങ്ങനെ പ്രചരിപ്പിച്ച് ഒരു കളവ് കുറേ ആവർത്തിച്ച് ഒരാളെ കുറിച്ച് പ്രചരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനെ വിശദീകരിക്കപ്പെടുക എന്നുള്ളതാണ് വാസ്തവത്തിൽ. ഇങ്ങനെ ഒരു ഹദീസിനെ കുറിച്ച് പ്രസ്തുത ലേഖനത്തിൽ പറഞ്ഞിട്ടേ ഇല്ല. പിന്നെ എന്താണ് അതിൽ പറഞ്ഞത്? ഭൗതികമാകുന്നത് എപ്പോൾ, അഭൗതികമാകുന്നത് എപ്പോൾ എന്നുള്ള കാര്യം പറഞ്ഞതാണ്. എന്നാൽ ഈ വിഷയം ഉണ്ടല്ലോ, ഈ ഏത് വിഷയം? ഈ അഭൗതിക മാർഗത്തിൽ തേടാമോ തേട്ടമാകുമോ എന്നുള്ള ഈ വിഷയം